ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മൾ പട്ടാമ്പി മാമൻ്റെ വീട്ടിലെ പൂരം കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ടൊരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് എൻ്റെ വീട്ടിലെ പൂരം കേട്ടോ. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി അഞ്ചാംകളം വേലയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ദിവസം രാവിലത്തെ കാഴ്ചകളാണ്. മൂന്നുമാവനും കുട്ടികളും കൂടി കാളനെ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. ഏട്ടൻ എന്താ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അവിടുന്ന് വീട്ടുകാരും പിന്നെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കേട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ ഓർമ്മ വരുന്നത്. പിന്നെ അമ്മ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. കാരണം എന്താ വെച്ചാൽ അന്ന് തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. തലേ ദിവസം ഒരു ഉച്ചയാകുമ്പോൾ തന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മേലെ ടാങ്കിൽ വെള്ളമുണ്ട്, അവിടെ നിന്ന് കൊടുന്നിട്ടായിരുന്നു കേട്ടോ താഴത്ത് വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഭയങ്കര ബിസിയായിരുന്നു. വെള്ളം ഇങ്ങോട്ട് കൊടുത്തിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ആയതുകൊണ്ട് പൂരത്തിൻ്റെ അന്ന് എനിക്ക് ആ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ ഓർമ്മ ഉണ്ടാകുന്നില്ല കേട്ടോ. ഒക്കെ സെറ്റായിട്ട് ഉച്ചയ്ക്കാണ് ഞാൻ വീഡിയോ എടുപ്പ് തുടങ്ങിയത്. ഞങ്ങളിതാ പൂരം പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരത്ത് ഒന്ന് വെയിലൊക്കെ അരട്ടി ഞങ്ങൾ പറമ്പിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഞാൻ പറഞ്ഞില്ല അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അത് അവർ സൂര്യ ഏട്ടൻ എല്ലാവരും റെഡിയായി നിൽക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഏട്ടനാണ് അമ്മായിയുടെ മകനാണ് കേട്ടോ.
സജീവേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് വീഡിയോ കാണുമ്പോൾ ആദ്യം ഓർമ്മയുണ്ടായിരുന്നില്ല, എഡിറ്റിംഗ് ഭാരം ഇതെടുത്ത് എല്ലാവരും ഇവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഞാൻ ആ സമയത്ത് അകത്തായിരുന്നു. ഞാൻ എന്തൊക്കെ ഉണ്ണിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ ഏട്ടനോട് സംസാരിക്കുന്ന കാര്യമൊക്കെ ഓർമ്മ വന്നപ്പോഴാണ് ഏട്ടനാണ് വീഡിയോ എടുക്കുന്നതൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ ഇതാ ഉണ്ണിക്ക് മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് ഒക്കെ ഹെയർ ബാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ വേറെ ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് കത്തണം. അപ്പോൾ രാത്രി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എക്സ്ട്രാ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോണ വഴിയാണ് കേട്ടോ, അത് ഞങ്ങൾ പാടത്ത് കൂടെ പോണ വഴിയാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വീഡിയോ എടുക്കാൻ, കാരണം നമുക്ക് ഇനിയിപ്പോൾ വികസനം കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ പണ്ടത്തെ വഴികളൊന്നും ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയിട്ടാണ്. ഇപ്പം പിന്നെ ഒന്നും കൂടി ഇവിടെയൊക്കെ ശരിയാക്കി കേട്ടോ. ഇതിനേക്കാട്ടിലും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു ഇത് കൂടെ ഇറങ്ങാനൊക്കെ. കുറച്ചും കൂടി നല്ല മരങ്ങളോ അവിടെ സൈഡിൽ കുറച്ചിങ്ങനെ ഒരു ഇടുക്ക് പോലെയൊക്കെ ആയിരുന്നു ആദ്യം. കുറച്ചിപ്പോൾ ഒന്ന് ഇതായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുളം നമ്മൾ പണ്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് കുളിച്ചായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാട്ടോ. അങ്ങനെ ഇത് ഫുൾ വെള്ളം ഉണ്ടാവാറുണ്ട്, മഴക്കാലത്ത് നല്ല ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കുറഞ്ഞിരിക്കുകയാണ്. കാരണം തിരുമണ കല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മൾ ഒരുവിധം ഒന്നെങ്കിൽ പുഴയിൽ അല്ലെങ്കിൽ കുളത്തിൽ അങ്ങനെയൊക്കെയാണ് പണ്ട് കുളിക്കാനൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പൈപ്പൊക്കെ ഒക്കെ ശരിയായപ്പോഴാണ് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ കുളിക്കലൊക്കെ ശരിയാക്കി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും പോയി കുളമൊക്കെ ഒന്ന് കാണുകയാണ്. പിന്നെ ആ പാടത്തിന് നടുക്കിപ്പോൾ പുതിയതായിട്ടൊരു കിണറൊക്കെ വെച്ച് കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും വെള്ളങ്ങളൊക്കെ പോയി വെള്ളമൊക്കെ നോക്കി. അങ്ങനെ ഇതാ പറമ്പിക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരോ കുട്ടികൾ അവിടെ ഇട്ട് പോയിട്ടുള്ളൊരു കടലാസ് പൂവിൻ്റെ കിട്ടിയപ്പോൾ അവളത് മണത്ത് നോക്കുന്നുണ്ട് എടുത്തിട്ട്. അത് മണമൊന്നും ഇല്ല, പക്ഷെ എന്നെ മണത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് ഇപ്പോൾ ഇതാ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാനുള്ള രീതിക്കായിട്ടുണ്ട്. നമ്മളെന്നാലും ഇനിയിപ്പോൾ മൊട്ടടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്താണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കാലത്തേക്ക് മുടി കെട്ടാനൊന്നും പറ്റില്ലല്ലോ. എന്താ പറമ്പിലെത്തിയിട്ടോ.
അതാ പൊരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പൊരിയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും കടലൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് ഞങ്ങൾ പാടത്ത് കൂടെ നടന്നു വന്നത് കേട്ടോ. നല്ല റോട്ടിൽ കൂടെ പോകാനുള്ള ഇതുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പാടത്ത് കൂടെ കയറുകയാണ് എളുപ്പം. റോട്ടിൽ കൂടെ ആകുമ്പോൾ ഒന്നും കൂടി കുറച്ചങ്ങോട്ട് വളഞ്ഞു പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോ എൻ്റെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അധികമൊന്നും അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം എനിക്ക് ഓർമ്മ വരുമ്പോൾ അങ്ങോട്ട് പറയുമ്പോൾ എടുക്കണതാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഉണ്ണിക്ക് ഇത് കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വന്ന ഉടനെ കളിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ പാത്രം അവളുടെ അച്ഛമ്മ വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് കളിക്കുക. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.